ജിറാഫിന് എങ്ങനെയാണ് ഇത്രയും നീളം കൂടിയിട്ടുള്ള ഒരു കഴുത്ത് കിട്ടിയത്? ഇതുമായി ബന്ധപ്പെട്ട് ശാസ്ത്രമേഖലയിൽ 3 വ്യത്യസ്തമായിട്ടുള്ള ഹൈപ്പോത്തിസിസുകളുണ്ട്. അതിലെ ഒരു ഹൈപ്പോത്തിസിസാണ് ലമാർക്കിൻ്റെ കോൺസെപ്റ്റ്. ഈ ലമാർക്കിൻ്റെ കോൺസെപ്റ്റ് ചൂണ്ടിക്കാണിച്ച് ഒരുപാട് ആളുകൾ പരിണാമ സിദ്ധാന്തത്തെ കളിയാക്കാറുണ്ട്. പക്ഷേ ലമാർക്കിൻ്റെ ഹൈപ്പോത്തിസിസ് ഇപ്പോൾ നിലവിലില്ല. അതിനെ ശാസ്ത്രം തിരസ്കരിച്ച് കഴിഞ്ഞിരിക്കുന്നു. ലമാർക്കിൻ്റെ കോൺസെപ്റ്റ് അനുസരിച്ച് ജിറാഫിൻ്റെ മുൻഗാമി നിലത്തുണ്ടായിരുന്ന പുല്ലെല്ലാം കഴിച്ചു തീർത്തതിന് ശേഷം ഇതിൽ കൂടുതൽ ഇലകൾ കഴിക്കാനായി കഴുത്ത് നീട്ടിക്കൊണ്ടുപോയി ഉയരം കൂടിയിട്ടുള്ള മരത്തിൽ നിന്നും ഇലകൾ ഭക്ഷിക്കാനായിട്ട് ശ്രമിച്ചു. ഡാർവിൻ്റെ ഹൈപ്പോത്തിസിസ് വന്നു. ഡാർവിൻ്റെ ഹൈപ്പോത്തിസിസ് അനുസരിച്ച് ആദ്യ കാലഘട്ടത്തിൽ ഉയരം കൂടിയ കഴുത്തുണ്ടായിരുന്ന ജിറാഫുകളുമുണ്ട്, ഉയരം കുറഞ്ഞ കഴുത്തുണ്ടായിരുന്ന ജിറാഫുകളുമുണ്ട്. നിലത്തുണ്ടായിരുന്ന പുല്ലൊക്കെ തീർന്നപ്പോൾ ഉയരം കൂടിയ കഴുത്തുണ്ടായിരുന്ന ജിറാഫുകൾക്ക് പെട്ടെന്ന് ഈ ഇല ഭക്ഷിക്കാൻ സാധിക്കുമായിരുന്നു. എന്നാൽ ഉയരം കുറഞ്ഞ കഴുത്തുണ്ടായിരുന്ന ജിറാഫുകൾക്ക് അത് ഭക്ഷിക്കാൻ സാധിച്ചിരുന്നില്ല. ഇത് കുറച്ചൊക്കെ ശരിയാണെന്നാണ് ആധുനിക ഗവേഷകർ പറയുന്നത്. എന്നാൽ പൂർണ്ണമായിട്ടും അത് ശരിയല്ല. ആധുനിക ഗവേഷകർ മുന്നോട്ട് വെക്കുന്ന ഹൈപ്പോത്തിസിസ് കുറച്ചുകൂടെ വ്യത്യസ്തമാണ്. ഇത് സെക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഹൈപ്പോത്തിസിസ് ആണ്. നെക്സ്റ്റ് ഫോർ സെക്സ് എന്നാണ് അതിൻ്റെ പേര്. പെൺ ജിറാഫുകളെ സ്വന്തമാക്കാനായി ആൺ ജിറാഫുകൾ പരസ്പരം പോരടിക്കുമ്പോൾ ഏറ്റവും മുൻതൂക്കം ഉണ്ടായിരുന്നത് കഴുത്തിന് അല്പം നീളക്കൂടുതലുള്ള ജിറാഫുകൾക്കാണ്. അതുകൊണ്ട് തന്നെ കഴുത്തിന് ഉയരം കൂടിയിട്ടുള്ള ജിറാഫുകൾക്ക് കൂടുതൽ പെണ്ണുങ്ങളെ സ്വന്തമാക്കാനായിട്ട് സാധിച്ചു. അങ്ങനെയാണ് പിന്നീടുണ്ടായി വന്ന ജിറാഫുകളൊക്കെ കഴുത്തിന് ഉയരം കൂടിയിട്ടുള്ള ജിറാഫുകളായി മാറിയത്. ഇതൊരു 10 വർഷം കൊണ്ടോ 100 വർഷം കൊണ്ടോ സംഭവിച്ചിട്ടുള്ള ഒരു പ്രോസസ്സല്ല. അങ്ങനെ സംഭവിക്കുന്ന ഒരു പ്രോസസ്സല്ല ഈ പരിണാമം എന്ന് പറയുന്നത്. അതിന് ഒരുപാട് വർഷങ്ങൾ വേണ്ടി വരും. അങ്ങനെ അനേകം വർഷങ്ങൾക്ക് ശേഷമാണ് കഴുത്തിന് നീളം കൂടിയിട്ടുള്ള ജിറാഫുകൾ മാത്രം ഭൂമിയിൽ അവശേഷിച്ചത്. ബാക്കിയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അവയ്ക്കൊക്കെ വംശനാശം സംഭവിച്ചെന്ന് മാത്രം. ഇത്തരത്തിലുള്ള വീഡിയോകൾ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.